To be in the presence of God and to study God's word, God has enabled us one more opportunity. For the last week we had some weather problems, but God kept us each one of us safe. ജോർജ് ഉൾപ്പെടുന്ന കുടുംബത്തിനും ജെഫ്രിക്കും കുടുംബത്തിനും ക്ഷേമത്തോടെ വന്നു ചേരുവാനും ദൈവം സംഗതിയാക്കി. ഞാൻ കർത്താവിന് നിങ്ങളോട് ചേർന്ന് സ്തോത്രം. I praise God because last week Tamil and family was able to join us back after the vacation, and we were also able to come back. എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ സെക്കൻഡിലും ദുഃഖകരമായി നമ്മെപ്പോലുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. Every other second we encounter a lot of problems which man goes through. ദൈവം നമ്മെ അങ്ങ് മുഖ്യമായിട്ട് കാണുന്നു. In the midst of all that, God is keeping us all safe. ദൈവത്തിന്റെ മഹാകൃപ. It is because of His grace. എല്ലാവരും മടങ്ങി വന്നു എന്ന് കണ്ടപ്പോൾ ഒരു വലിയ ആശ്വാസം ഹൃദയത്തിൽ ദൈവം നമുക്ക്. I got a great comfort in my heart when I saw that everybody is back in our church. കർത്താവ് നമുക്ക് നല്ലവനാണ്. God is good to us. ഇന്നലെ ഞാൻ അറിഞ്ഞു സോമപാസ്റ്ററും തമ്മിബ്രദറും കൂടി ഒരുമിച്ച് പോയി ജോർജിനെയും കുടുംബത്തെയും കൊണ്ടുവന്നു. തമ്മിബ്രദറിന്റെ വീട്ടിൽ വെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. This morning I came to know that our dear Suman Pastor Tamil had come to pick us up, and we had dinner with Tamil as well. Praise the Lord. അവരോട് പോകുന്ന തലേരാത്രി വീട്ടിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് പഠിച്ച് കർത്താവിൽ സന്തോഷിച്ചു. Before we left, we had a dinner together and also a prayer. ഇതൊക്കെയാണ് ദൈവസ്നേഹം. This all love. ഇങ്ങനെയുള്ള ഒരു സഭയാണ് എൻ്റെ അകത്ത് ദൈവം തന്നത്. This is the kind of church which God has put in my heart. നമ്മുടെ ആ സ്നേഹം, സഹകരണം, അതൊക്കെ ദൈവത്തിൽ. The love and affection that each one of us giving to each other, that's what God is looking at us. കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ പഠിച്ചത് ദൈവിക ഐകമത്യമാണ്. Last week we were able to learn about the togetherness in God. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവമാക്കുമ്പോൾ അത് നമുക്ക് സന്തോഷിക്കാം. When we go through our practical life and we are able to do it, then we are going to be blessed with it. നമുക്ക് എല്ലാവർക്കും എല്ലാം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കൂട്ടായ്മ അതിനൊരു വലിയ ബന്ധം. God has given everything to us, but in the midst of everything, the fellowship within each other is so important. ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചല്ലോ, സമുദായങ്ങളിൽ കൈകസ്തൂരി കൊടുക്കുന്ന രീതിയല്ല ദൈവമക്കൾക്കുള്ളത്. ദൈവമക്കൾക്ക് ആത്മാർത്ഥ സഹോദരൻ. Last week I taught you that just giving hand in other customs is not how the children of God is, but it's wholeheartedly that we നമ്മൾ ചടങ്ങിന് ദൈവത്തെ സേവിക്കുകയല്ല, നമ്മൾ ദൈവത്തെ സത്യമായി സ്നേഹിക്കുന്നു. It's not only for a practice that we are serving God, but we are serving God with the whole purpose in our heart. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന സഭ നമ്മുടെ സഭയായി ദൈവമാണ്. The church which is described in Acts of Apostles is the church that a church happened in this coming days. Hallelujah. Hallelujah. ബാബുദായി ഒരു ഇന്റർവ്യൂവിന് കടന്നു പോയിരിക്കുകയാണ്. പ്രാർത്ഥിപ്പാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ പ്രാർത്ഥിക്കുക. Adia Babu has gone for an interview, has requested the church for prayers. May God help him to go through everything. Hallelujah. കഴിഞ്ഞ ആഴ്ച നാം ഇവിടെ പഠിച്ചത് ദൈവിക ഐകമത്യം എന്നതാണ്. കാരണം സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതിൽ ഞങ്ങളുടെ പിതാവേ എന്ന വാക്ക് എടുത്ത് ഞങ്ങളുടെ എന്ന പ്രാർത്ഥനയിലുള്ള വലിപ്പം ചൂണ്ടിക്കാണിക്കുക. Last week we were able to learn about the togetherness because of the model prayer. It says, Our Father. ദൈവം എന്ന് നാം വിളിക്കുമ്പോൾ അതിന് മൂലഭാഷ എലോഹീം എന്നാണ്. Elohim is described as an actual word for God. എൽ എന്ന് പറഞ്ഞാൽ ഏക വചനമാണ്. El, the meaning itself, one. സിംഗുലർ ടെൻസിലാണ് എൽ എന്ന് വിളിക്കാൻ കഴിയുന്നത്. El can only be said only in a singular tense. എന്നാൽ എലോഹീം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഒരുമിച്ചുള്ളതാണ്. Elohim can also be described as more than one. അത് ബഹുവചനമാണ്. It is a plural. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്
ദൈവം എന്നത് എലോഹീം ആയിരിക്കുന്നത്. The Father, Son, and the Holy Spirit are together. That's why it is called as Elohim. ലോകത്തിൽ അനേക ഭാഷകളുണ്ട്. Different languages are available in this world right now. ഒത്തിരി ഭാഷകളുടെ കുടുംബമാണ് നാം ജനിച്ച ഇന്ത്യ. India is considered as a lot of languages. ലോകത്തിലെ ഭാഷകളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. World has described language in two different parts. ഒന്ന് മരിച്ച ഭാഷ, രണ്ട് ജീവിക്കുന്ന ഭാഷ. One is the language which is already dead and one which is alive at this moment. എന്താണ് ജീവിക്കുന്ന ഭാഷ? What is the living language? ജീവിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ പിന്നെയും പദങ്ങളുടെ അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരും. The living language, which means that the more you say it, you get more meaning and you have more sense in it. പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന പുതുതായി ഒരു അർത്ഥം ആ വാക്കിന് വരുമ്പോൾ പണ്ട് പറഞ്ഞതിനേക്കാൾ ആ ഭാഷ ജീവിച്ചു. The word which was being used earlier had a different meaning, but now there is different meaning towards it. That's the reason why it's a living one right now. അതുകൊണ്ട് മലയാള ഭാഷ ജീവിക്കുന്ന ഭാഷയാണ്. That's why the language Malayalam is a living language. ഇംഗ്ലീഷും ഹിന്ദിയും സ്പാനിഷും ഒക്കെ ജീവിക്കുന്ന ഭാഷയാണ്. English, Hindi and Spanish are living languages right now. എന്നാൽ ലോകത്തിൽ 3 ഭാഷ മാത്രം മരിച്ച ഭാഷയാണ്. But there are 3 languages which are dead. അതിൽ ഒരു ഭാഷയാണ് ആരാമ്യ ഭാഷ. One is the Aramaic. രണ്ടാമത്തെ ഭാഷയാണ് ഹീബ്രു എബ്രായ ഭാഷ. The second one is the Hebrew language. മൂന്നാമത്തെ ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. The third is the Greek language, which is dead. ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അതിന്റെ അർത്ഥം മാറുകയില്ല. So once it has been said, it can never be changed. ലോകത്തിൽ ഇത്രയും ഭാഷകൾ ഉണ്ടായിട്ടും വിശുദ്ധ വേദപുസ്തകം എഴുതുവാൻ ദൈവം എടുത്തത് ഈ 3 ഭാഷയാണ്. Even the law of languages available in this world, God has only chosen these languages to be written in. വേദപുസ്തകം ആരാമ്യ ഭാഷയിലും ഹീബ്രു ഭാഷയിലും പുതിയ നിയമം ഗ്രീക്കിലുമാണ് എഴുതിയത്. The Aramaic, the Hebrew, and the New Testament is written upon the Holy Bible. അതുകൊണ്ട് ദൈവം ഈ 3 ഭാഷ മാത്രം എഴുതാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തു. Why did God only choose these languages to write the Bible? അതിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഒരിക്കലും മാറുവാൻ പാടില്ല. Because if one word has been said, it can never be changed. ദൈവം ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അവസാനം വരെ നിൽക്കണം. If God has spoken a single word to the end, it is going to be the same. ചിലപ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, അത് പണ്ടുള്ളവരോട് പറഞ്ഞതല്ലേ. So whenever we study the Bible, we think that it was said for earlier people. പണ്ടുള്ളവരോട് പറഞ്ഞതും ഇന്നും അതേ അർത്ഥത്തിൽ നിൽക്കുകയാണ്. The same meaning applies to the old and the new people as well. ഇന്നലെ ഓടിച്ചെന്ന് നാം എടുത്തു വായിച്ച ദിനപത്രം നാളെ നമ്മൾ പഞ്ചസാര പൊതിയാൻ കളയും. The newspaper that you read yesterday, today you may use for a different purpose. ഇന്നലെ നമ്മൾ എനിക്ക് കൂടെ വായിക്കണമെന്ന് കൊതിയോടെ വായിച്ച പുസ്തകങ്ങളിൽ പലതും നമ്മൾ ട്രാഷിൽ കളയും. Many books that you eagerly read, tomorrow you may not need it. ഒന്നിൽ പഠിച്ച പുസ്തകം രണ്ടിൽ പഠിക്കണ്ട. The class 1, if you learn in the standard 2, you don't read it. ഒന്നിൽ പണ്ട് നമ്മൾ പഠിച്ച പുസ്തകമല്ല നമ്മുടെ മക്കൾ പഠിച്ചത്. What we learn in class 1 is not what our children are learning today. എന്നാൽ ഒന്നിൽ പഠിച്ച പുസ്തകമാണ് 10ൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും വേദപുസ്തകമായി പഠിക്കുന്നത്. But the Holy Bible indicates that the first chapter and the 10th verse is the same. നമ്മുടെ പിതാക്കന്മാർ പഠിച്ച അതേ പുസ്തകമാണ് ഇത് നമ്മളും പഠിക്കുന്നത്. What our forefathers have learned earlier is the same book that we are learning today. ഇതിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. There is no change to the Bible. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് തന്നെ അവസാനം നിൽക്കുന്നു. What Elohim itself indicates, or the first word is the same for the last as well. അങ്ങനെയാണ് പുസ്തകം വേറെ ഭൂമിയിലില്ല. There is no other book that is available in the world. നമുക്ക് ലഭിച്ചു ദൈവത്തിന് Given to us. Glory. Hallelujah. Hallelujah. ഒത്തിരി നമുക്ക് പഠിക്കുന്നതായിട്ടുള്ള സഹോദരങ്ങൾ. We have to learn a lot of things, my brother. ഈ ലോകം ഭൂമിയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ശാസ്ത്രം എന്ന വലിയൊരു ശബ്ദം പൊട്ടിത്തെറിച്ചു വന്നു. Science indicates there's a big noise before the earth to be evolved. ഒരു വലിയ ഒച്ച, A loud noise. നിങ്ങൾക്കറിയാമോ ഒച്ച എന്താണ്? Do you know what that noise is? അതാണ് വചനം. That is the word of God. എന്ന് പറഞ്ഞാൽ ഒച്ചയാണ്. The word of God is a noise. ആ ഒച്ച എന്താണെന്ന് അറിയാമോ? Do you know what it says? ദൈവം കൽപ്പിച്ചത്. Let it be born. ആ ദൈവത്തിന്റെ കൽപ്പന പ്രകാശം ചിന്തിച്ചു തുടങ്ങി. So the light was there across. ആ പ്രകാശമാണ് And that is what the entire universe is with that light. ദൈവത്തിന്റെ ശബ്ദത്തിന് ജീവൻ
life-giving, living thing over here. ശാസ്ത്രത്തിന് ആ ഒച്ച ഉണ്ടായി എന്ന് പറയാനേ അറിയത്തുള്ളൂ. Science can only say there was a huge noise. ഉടമസ്ഥനെ കണ്ടെത്താൻ നമുക്ക് ആ ഭാഗ്യം കിട്ടി. But we are privileged to see who the Creator is. ഇന്ന് രാത്രിയും ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. Even tonight, if God tells and we walk, it will be there. അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി. He said, and it was happening the same way. Hallelujah. അതാണ് ഈ പുസ്തകം. That is the Holy Bible. വചനമാണ് ഈ പുസ്തകം. That is the Word of God. ഇത് മാറ്റമില്ലാത്ത പുസ്തകം. This will never change. ഇതിന്റെ പേപ്പർ പഴകത്തില്ലെന്നല്ല. It's not on a paper. ഇത് ദൈവം അരുളി ചെയ്തത് മാറിപ്പോകത്തില്ല. What God has proclaimed, it will not change at all. ഇതിനേക്കും നിത്യമാണ്. Because it's still everlasting. Hallelujah. രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഈ വചനം എന്ന വിഷയമല്ല. I'm not teaching you about God's Word tonight. സന്ദർഭോചിതമായി കയറി വന്ന് എന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. Since it just came, I just explained a little bit of ഈ it. പുസ്തകമൊക്കെ കൈ പിടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അഭിമാനം തോന്നും. We should be proud to hold this Bible in our hand. $1 കോടി ഉള്ളതിനേക്കാൾ വലുതായി കാണണം ഈ പുസ്തകം. Hallelujah. More than get $1 million, we should be proud enough to hold this Bible. ജീവന്റെ വചനം. Because this is the living Word. തിരുവെഴുത്താണ്, ദൈവത്തിന്റെ വചനമാണ്. This is God's own Word. Hallelujah. Hallelujah. എലോഹി ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. In Elohim is the Father, Son, and the Holy Spirit. നമുക്ക് സന്ദർഭോചിതമായി തൃത്വം എന്നത് പിന്നാലെ പഠിക്കാം. And we are going to learn about Trinity in the coming days. നമ്മുടെ ഇന്നത്തെ വിഷയം, ഇപ്പോഴത്തെ വിഷയം ദൈവിക ഐക്യത എന്നുള്ളതാണ്. But the topic that we're learning right now is the togetherness in God. പിതാവ് പുത്രനോ പുത്രൻ പരിശുദ്ധാത്മാവിനോ പരിശുദ്ധാത്മാ പിതാവിനോ ഒരിക്കലും എതിരല്ല. The Father to the Son, Son to the Holy Spirit, the Holy Spirit to the Father, they are not against each other. ഭൂലോകത്തെ സൃഷ്ടിച്ചപ്പോൾ എല്ലാം ഉണ്ടാക്കിയപ്പോൾ ദൈവം ഒരുമിച്ചായി. Even though when the entire earth was formed and everything in it, they all were together. മനുഷ്യനെ സൃഷ്ടിച്ചതും അങ്ങനെ തന്നെ. Even man was formed in the same way. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. They say, in our image, in our glory, let's make man. ബാബേൽ കോട്ട പണിതപ്പോൾ ദൈവം ഇറങ്ങി വന്നപ്പോൾ നാം ഇറങ്ങി ചെല്ലുക. In Babel also it says, let us go towards it. യേശു ഭൂമിയിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടുത്തണം, പക്ഷേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Jesus said that you have to get baptized, but in the name of the Father, the Son, and the Holy Spirit. അപ്പോസ്തലന്മാർ ആശീർവാദം പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Even the apostles included, in the name of the Father, the Son, and the Holy Spirit. ഇതിൽ വലുതായി നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചത് യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. It is the high priest prayer what was been important given that what we learned today. ഞാൻ നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നാകേണ്ടതിന് എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Oh Father, since we are together, so I'm praying for these people so that they are together. അനേക പ്രാവശ്യം യേശു വാക്കുകൾ കൂടിവിട്ടു. Many a time Jesus said repeatedly about His word. നിങ്ങളെല്ലാം മറന്നാലും സിയോൻ മാളികയിൽ യേശുവിന്റെ ആ പ്രാർത്ഥനാ വാക്കുകൾ മറന്നു. Even though you forget everything, do not forget about the prayer that Jesus prayed. ഞാൻ നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ നിന്നോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Father, since me and you are the one, the same way, let them be together, and I'm praying for them as well. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവം പിരിയാത്ത ബന്ധം പോലെ ആയിരുന്നുവെന്ന് നാം പഠിച്ചു. We learned that our God can never detach within each other. എന്നാൽ ഈ ദൈവം നമുക്ക് വേണ്ടി പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെട്ടു. But our God, through the Father, the Son came out. സ്വഭാവത്തിൽ അവ ഐകമത്യത്തിലാണെങ്കിലും ആളത്വത്തിൽ ഇപ്പോൾ പിതാവും പുത്രനും രണ്ടാണ്. In character, it is maybe different, but in character they are the same, but in the real one, they are different. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സന്ദേശമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. You are listening to the greatest message of the Holy Bible. ഒരിക്കലും നിത്യതയിൽ പിരിയാതിരുന്ന ആ ദൈവം In eternity, they never were different. ഒരിക്കൽ ചോദിച്ചു, ആ നമുക്ക് വേണ്ടി പോകും. They asked like, who will go for us? ആ കൗൺസിലിലെ ആ തൃത്വത്തിലെ ഉയർന്ന ചോദ്യം, ആ
നമുക്ക് വേണ്ടി പോകും. In that Trinity, the question arises, who will go for us? ഞാൻ ആരെ അയക്കേണ്ടു? Whom should I send? ഉടനെ പുത്രൻ പറഞ്ഞു, ഞാൻ പോകാം. The very moment son said, I will go. പിതാവിൽ നിന്ന് അഥവാ തൃത്വത്തിൽ നിന്ന് പുത്രൻ വേർപെട്ടു. From the Trinity or from the Father, the Son came out. ആ വേർപാട് ഇതുവരെ വീണ്ടും അക്ഷരാർത്ഥത്തിൽ യോജിക്കപ്പെട്ടില്ല. The separation to date has not come back. ആ വേർപാട് ഭൂമിയിൽ വന്ന് ആഴത്തമായി അവതരിച്ചു. And the separation was in such a form that the Son came into the world in the human form. സ്വർഗ്ഗത്തിൽ വെച്ചുണ്ടായ ആ വേർപാടാണ് മറിയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ ഒരു രൂപമെടുത്തത്. The separation which happened from heaven came inside Mary's womb. Praise the Lord. Hallelujah. നമുക്കറിയാം അതെന്തിനു വേണ്ടിയായി. We all know why it was for us. ഒരു വലിയ വിടവ് നികത്തുവാൻ വേണ്ടിയാണ്. It is for a great thing it happened. ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് കൂടുതൽ ഗ്രഹിക്കണം. If we want to learn more about it, we have to understand about mankind. സ്വർഗ്ഗത്തിൽ ഇപ്പോൾ ഒരു സ്ഥലം വെറുതെ കിടപ്പുണ്ട്. In heaven there is a place which is empty. അത് ലൂസിഫറിന് താമസിക്കാൻ കൊടുത്തിരുന്ന ഇടമാണ്. It was a place given to Lucifer. നമുക്ക് സ്ഥലം ഒരുക്കുന്നത് അവിടെയാണ്. And our place is being made over there right now. Praise the Lord. Hallelujah. അവിടുന്നാണ് അവനെ വെട്ടി താഴേക്ക് ഇട്ടത്. And from there he was cut down. യേശു പറഞ്ഞു, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. Jesus said that in my Father's house there are long mansions. അവിടെയൊക്കെ നമുക്ക് പോകാം. We all can go over there. നമുക്ക് താമസിക്കാൻ ദൈവം വച്ചിരിക്കുന്ന അവിടമല്ല. It is not the place that we are going to stay there. ഞാൻ ഒരുക്കുന്ന ഇടമാണ്. It is the place that we are going to pray. ഇരുന്ന ഇടമാണ്. It is for a different person who is over there. ഒരുക്കുകയാണ്. And I am preparing for you. നിങ്ങളെ ചേർത്ത് എന്റെ അടുക്കൽ ഞാൻ കൊണ്ടുവരും. At the moment I prepare, I will take you over there. Hallelujah. അവിടെ നമ്മളെ കൊണ്ടുചെല്ലരുതെന്നാണ് അവിടെ ഇരുന്നവന്റെ ലക്ഷ്യം. The person who was there earlier did not want us to be over there. കൊണ്ടുചെല്ലുമെന്നുള്ളതാണ് നമ്മുടെ കർത്താവിന്റെ തീരുമാനം. And our Lord's decision is to take us to that place. നമ്മെ കുറിച്ച് നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. About us we have to know a lot of things. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു സഹോദരങ്ങളെ. Yesterday I just thought about it this way. എന്റെ കൈയുടെ ഈ വിരല് ഇത് എത്രയാണ്? This finger, how big is it? അല്ലെങ്കിൽ ഈ വിരലിന്റെ ഇവിടെ എത്രയാണ്? Or the thumb, how big is it? ഇതിനകത്ത് ദൈവം വരച്ചിരിക്കുന്നു. ദൈവം വര വെച്ചിരിക്കുന്നു. There are a lot of lines in this fingers. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ വയറ്റിൽ കിടക്കുമ്പം എന്റെ കയ്യിൽ ആ വരയുണ്ട്. When I was in my mother's womb, these lines were still available. ആ സമയത്ത് എന്റെ ഈ കൈവിരൽ എത്രയാണ്? And how small or how big it was at that time. ഇത്രയും ഒരു സ്പേസ് നമുക്ക് വരയ്ക്കാൻ കിട്ടിയാൽ നമ്മൾ ഒരു 100 എണ്ണം ഇതുപോലെ കിട്ടിയാൽ എത്ര വ്യത്യാസമായി വരും? Just imagine if we are given an opportunity to draw those lines of 100, how much we will be able to do it. ഇത്രയും വലിപ്പമുള്ള പ്രതലം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ കൈവിരലുകളിലും ഉണ്ടല്ലോ. And every man has a specific little finger or the lines. എങ്ങനെ വ്യത്യസ്തമായി ഇത്രയും രേഖ ഇതിനകത്ത് വരയ്ക്കാൻ ദൈവത്തിന് കഴിയും? So how is God able to draw it so differently in every man? നിങ്ങൾ Hallelujah. ചിന്തിച്ചു, നമുക്ക് മുഖം, We have a face, ഇത്രയും സ്ഥലമേ ഉള്ളൂ ഇതിന്റെ വലിപ്പം. and it's only considered only in this form. ചിലർക്ക് അല്പ വ്യത്യാസം കാണും, എന്നാൽ ഏകദേശം നമുക്ക് ഇതിന്റെ വലിപ്പം ഉറക്കാവും. Some people might be a little bit different, but normally this is the same size. ഇത്രയും ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരിക. Just imagine you're given a small paper. ഒരു 10,000 കഷണം ഇത്രയും തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് 10,000 സൈസ് വരയ്ക്കാൻ. And you've been told that you've been given 10,000 sizes and you need to just draw over there. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? How is it possible? ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച സകല മനുഷ്യരുടെ മുഖവും വ്യത്യസ്തമാണ്. Every person who is born in this world has a different face. ഇത്രയും പേപ്പറിലാണ് ദൈവം ഇത്രയും വ്യത്യാസം വരുന്നതെന്ന് നോക്കണം. Just imagine only in this specific area paper God has made differently. ആർക്കെങ്കിലും സാധിക്കുമോ? Is it possible for anyone? നമ്മുടെ ദൈവം എത്രയോ Hallelujah. God is so great. ഹല്ലേലൂയ. Hallelujah. ലോകത്തിൽ ഇന്ന് വരെ ജനിച്ചതും ഇനി ജനിക്കാൻ പോകുന്നതുമായ മനുഷ്യരുടെ മുഖമെല്ലാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഷീറ്റിൽ 10 മുഖം വരയ്ക്കുകയല്ല.
All the people who are born in this world and who are yet to born, it's not a different faith. ഇത്രയും ചെറിയ സ്ഥലത്താണ് ദൈവം ഇങ്ങനെ വ്യത്യാസം വരുത്തുന്നത്. And this very small place, God has made it so different. ഞാൻ പറയുന്നത് നമ്മുടെ ദൈവം വലിയവനാണ്. കഴിയാത്ത ഒന്നുമില്ല. There is nothing impossible. ഇതൊക്കെ അപ്പുറമാണ് നമ്മുടെ ദൈവത്തിന്റെ കഴിവ്. More than our imagination is the possibility of God. ദൈവമാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവരും. And the same Lord was told, I will take you there. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും. I will prepare a place for you. And I will take you there. What my Jesus said, you will come and He is God, He can do it. Hallelujah. നമ്മുടെ ദൈവം വലിയവനാണ് സഹോദരങ്ങളെ. Brother, our Lord is great. നമ്മുടെ ചിന്തയ്ക്കൊക്കെ എത്രയോ വലിയത്. It's more than our imagination. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഈ സൃഷ്ടി മാത്രം നോക്കിയാൽ പോരെ അതിന്റെ ഉടമസ്ഥൻ എത്ര വലുതാണെന്ന് പറയുക. We can just imagine seeing the creation of God to see how big our Creator is. മനുഷ്യൻ കാണാത്ത എന്തെല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. What man has not seen, God has made in this world. ഈ ഭൂമിയിലെ മുഴുവൻ മണൽത്തരിയേക്കാൾ കൂടുതലുണ്ട് ദൈവം ആകാശത്തുണ്ടാക്കിയിരിക്കുന്ന നക്ഷത്രങ്ങൾ. More than the sand of this earth is much more than what is in the sky. ഈ ഭൂമിയിലെ മണൽത്തരികൾ നിങ്ങൾ എണ്ണി നോക്കി. Can you ever count the sand? ദൈവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. Oh Lord, what you have created. ഈ അവന്റെ ഒരു ശബ്ദം ഉണ്ടാകുന്നതാണ്. This is in my one word. അവന്റെ കൈക്കലാണ് നമ്മുടെ ജീവനിരിക്കുന്നതാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന് മഹത്വം, മഹത്വം, മഹത്വം. അങ്ങനെ നമ്മുടെ കർത്താവ് പുത്രൻ പിതാവിൽ നിന്ന് വേർപെട്ടു. In the same way, the Son came out of the Father. സ്വഭാവത്തിലല്ല ആളത്വത്തിൽ അഥവാ ശരീരം. It's not about the character, but I'm saying about the form. Hallelujah. യേശു ഭൂമിയിൽ വന്നു. Jesus came into the world. ഇവിടെ ചെയ്യുന്നത് മുഴുവൻ യേശു ചെയ്തു. Whatever needs to be done in this earth, everything He did. അതുകൊണ്ട് യേശു ചെയ്യുന്നതെല്ലാം ചെയ്തു തീർന്നില്ല. But He did not complete what I'm just saying. നീ എനിക്ക് ഭൂമിയിൽ ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ ചെയ്തുവെന്നാണ് യേശു പറഞ്ഞത്. Jesus said, whatever the Father has given for me to do in this earth, I have done it. അത് ചെയ്തിട്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. And He said it is finished, and He left us. പിതാവ് പറഞ്ഞു, Father നീ said, എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. you will be at my right hand. എന്ന് വരെ Till when? ശത്രുവിനെ നിന്റെ പാദപീഠം ആക്കുവോളം. Till the time the enemy is at your foot. എന്നുവെച്ചാൽ നീ ഇരുന്ന പഴയ സ്ഥലത്ത് ഇരിക്കാൻ സമയമായില്ല. But you are not now capable or eligible to right now to നീ sit there. നിന്ന് പുറപ്പെട്ടിട്ട് തിരിച്ചു വരേണ്ടടുത്ത് വരേണ്ട സമയമായില്ല. You are not prepared enough to come back from the place that you were there earlier. നീ ഇരിക്കാൻ പറഞ്ഞിരിക്കുക. Is that you just sit right now? 110 സങ്കീർത്തനം നാം വായിക്കുന്നത്. That's what we read in Psalm 110. ഒന്നാം വാക്യം 110 സങ്കീർത്തനം ഒന്നാം വാക്യം. Psalm 110:1. യഹോവ എന്റെ കർത്താവിനോട് കണ്ടോ, യഹോവ പിതാവാം ദൈവം, എന്റെ കർത്താവ് യേശു ക്രിസ്തു. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കുക. ഇപ്പോൾ അതാണ് സ്ഥാനം. This is the place in this moment. ദൈവമക്കൾ ഓർക്കണം, ഒന്നായിരുന്നത് രണ്ടായി മാറിയിട്ട് ഇപ്പോൾ രണ്ടായി ഇരിക്കുക. So right now the one person has gone. Right now it's in two places. ഇടയ്ക്കിടയ്ക്ക് യേശു പറയുന്നുണ്ട്, ഞാനും പിതാവ് ഒന്നാണ്. In between Jesus saying he and the Father are one. അതൊന്നും ശാരീരിക ബന്ധമല്ല ഈ പറയുന്നത്. It's not about the bodily thing that he's talking about. പുറപ്പെട്ടു ഭൂമിയിൽ വന്ന രക്ഷയ്ക്കുള്ളത് ചെയ്തിട്ട് സ്വർഗത്തിൽ ചെന്ന കൃപാസനത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. So right now Jesus has come out of the Father and is sitting at the throne of grace after giving salvation on the earth. ഭൂമി കിടക്കുന്ന പിശാചിന്റെ കയ്യിലാണ്. So right now this world is in the hands of Satan. ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. Because of Adam, this earth was completely cursed. എന്നാൽ പിശാചിന് അന്ന് ഭൂമി കിട്ടിയിരുന്നില്ല. But at that time the devil did not get this earth. ഭൂമിയിൽ പിശാചിന് സ്വാതന്ത്ര്യം കിട്ടി. He got freedom on the earth. അന്ന് പിശാചിന് കിട്ടിയത് മനുഷ്യനെയാണ്. Because on that day the devil got man. എന്നാൽ മനുഷ്യനെ കിട്ടിയത് കൊണ്ട് മനുഷ്യന് പാർക്കാൻ കൊടുത്ത ഭൂമിയെ ദൈവം ശപിച്ചു.
So because man was here on the earth, that's the reason God cursed it. എന്നാൽ പിശാചിന് ഭൂമി കിട്ടിയത് നിമ്രോദിന്റെ കാലത്താണ്. But during the time of Nimrod, at the time when the Satan got this earth, നിമ്രോദ് ഈ ഭൂമി സാത്താന് കൈവശം കൊടുത്തു. Nimrod gave the entire role of the earth to Satan. അവൻ അന്ന് മുതൽ ഈ ഭൂമിയുടെ അവകാശിയായി മാറിയിരിക്കുക. From that time, he's controlling the entire earth. അതുകൊണ്ട് ഈ ലോകത്തെ ഈ പിശാചിന്റെ കയ്യിൽ നിന്ന് തിരിച്ച് നമ്മുടെ കർത്താവിന് വാങ്ങിക്കണം. So God, the Lord, needs to take out this world out of Satan's hand. ഈ ഭൂമിയിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ഈ ഭൂമിയെ നശിപ്പിക്കുക. Satan is trying everything possible so the earth is destroyed. ദൈവം ഇങ്ങനെയല്ല സൃഷ്ടിച്ചിരുന്നത്. This is not how God created the earth. ഇത് പാർപ്പിന് അനുകൂലമായി സൃഷ്ടിക്കപ്പെട്ടിരുന്നതാണ്. This was created in the form that everything was favorable. എന്നാൽ പിശാച് ഈ ഭൂമിയെ നശിപ്പിക്കുക. But Satan is destroying the world. പിശാചിന്റെ സ്വഭാവം ദൈവം ഗ്രഹിക്കണം. You should understand the character of Satan. ആദ്യം മുതലേ കുലപാതകനാകുന്നു. Even from the start, he was a murderer. അവന്റെ ആദിയിൽ അവൻ കുലപാതകനാണ്. From the very start, he was a murderer. ഇന്നും അവൻ കുലപാതകനാണ്. Today, he is a murderer. അതാണ് യേശുവിന്റെ ആദ്യം മുതലേ കുലപാതകനാണ്. That's what Jesus said. Even from the start, he is a murderer. അതുകൊണ്ട് ഈ ഭൂമി ദൈവത്തിന് കത്തിച്ച് ശുദ്ധീകരിച്ചെടുക്കണം. So this earth needs to be in fire and needs to be cleansed. അതിനായി ഈ ഭൂമിയുടെ അവകാശിയായി ഇരിക്കുന്ന ഈ ലോകത്തിന്റെ അധിപതിയായി സാത്താനെ പിടിച്ചകർത്തിക്കണം. That's the reason why Satan needs to be over there in chains. അത് നമ്മുടെ കർത്താവ് മടങ്ങി വന്നാൽ ചെയ്യേണ്ടതാണ്. So when Jesus comes back, he will do it. ഇത് മടങ്ങി വന്ന് ചെയ്തിട്ട് ഈ ഭൂമി ദൈവത്തിൻ്റെതാക്കി മാറ്റണം. So once he comes back, this earth will belong to our Lord. ഇത് നമുക്ക് തിരിച്ചു തരണം. It should be given back to us. ഇത് മനുഷ്യന് വേണ്ടി ദൈവം കൊടുത്തതാണ്. This is belonging to mankind. ഇത് നമുക്ക് ദൈവത്തിന് തിരിച്ചു തരണം. God needs to give it back to us. അത് പറഞ്ഞു കഴിയുമ്പോൾ God gives it back. ഇത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ തന്നെ നമ്മുടെ പുത്രനാം ദൈവം തിരിച്ചു കയറിയിരിക്കും. So the same moment the Son will go back to the Father of the throne. ഒരു സിംഹാസനത്തിൽ ഒരുമിച്ചിരിക്കും. But the one place we will be together. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. Revelation 22:1. വീതിയുടെ നടുവിൽ മൂന്നാമത്തെ വാക്യം മുതൽ വായിച്ചു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. കണ്ടോ? സിംഹാസനം ഒന്നായി മാറിയത് കണ്ടോ? Do you see how the throne has become one? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. So the God and the Lamb are together right now. അടുത്ത വാക്യം. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അതിന്റെ മുകളിൽ കുഞ്ഞാടിനെ ഒന്നുകൂടെ വായിച്ച്. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആരാധിക്കും? Whom they shall serve. എന്താ അവരാണ് എഴുതാത്തത്? കണ്ടോ? രണ്ട് സിംഹാസനമല്ലേ ഇരിക്കുന്നത്. They are sitting in two thrones. എന്തുകൊണ്ട് അവർ വന്നില്ല? Why they did not come? അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. And his servants shall serve him. അടുത്ത വാക്യം. അവർ അവന്റെ മുഖം കാണും. കണ്ടോ? അവന്റെ മുഖം കാണും. പിന്നെ രണ്ടില്ല, പിന്നെ ഒന്നാണ്. കണ്ടോ? Hallelujah. അത് ചേർത്ത് ഇങ്ങനെയാണ്. മറ്റു വാക്യങ്ങളോട് ചേർത്ത് പഠിക്കണം. പിന്നാലെ ഏർപ്പെട്ടിരിക്കുക. The meaning is this way. ഹല്ലേലൂയ. Praise God. പിതാവിന്റെ പുറപ്പെട്ടവൻ രണ്ടായിരുന്നു. From the Father has been disconnected right now. Number two. അവന്റെ പ്രവൃത്തിയെല്ലാം തികച്ച ശേഷം, After every work is completed, ഭൂമിയിൽ ചെയ്ത ശേഷം, after everything was done on the earth, അവൻ ഇപ്പോൾ പിതാവിന്റെ വർദ്ധമാനത്തെ കൃപാസനത്തിലാണ്. he is the throne of glory at the right hand of the Father. എന്നാൽ കാലത്തികമെങ്കിൽ But at the end, Praise the Lord. Hallelujah. കൃപാസനം ദൈവത്തിന്റെ സിംഹാസനത്തോട് ചേർന്ന് വരും. the throne of grace will come together with the throne of God. ഒരു സിംഹാസനമായി മാറും. It will become one throne. പിതാവാ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടവൻ പിതാവാ ദൈവത്തിലേക്ക് തിരിച്ചു വരും. The person who has